നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. ഇന്നേറെ വേദനിപ്പിച്ച ഒരു വാർത്തയായിരുന്നു അസമിലെ ജോർഹാട്ടിൽ വ്യോമസേനയുടെ വിമാനം തകർന്നു വീണ് 5 വ്യോമസേന സൈനികർക്ക് വീരമൃത്യു സംഭവിച്ച വാർത്ത. വ്യോമസേനയുടെ AN-32 എന്ന ട്രാൻസ്പോർട്ട് വിമാനമാണ് റൂറ എയർഫോഴ്സ് സ്റ്റേഷനിൽ തകർന്നു വീണത്. എന്താണ് അപകടത്തിന് കാരണമെന്ന് വ്യക്തമല്ല. എന്തായാലും സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യൻ വ്യോമസേനയുടെ പ്രധാന ചരക്ക് സൈനിക ഗതാഗത വിമാനങ്ങളിലൊന്നാണ് AN-32. സോവിയറ്റ് യൂണിയനിൽ വികസിപ്പിച്ച 2 എഞ്ചിനുള്ള ടർബോപ്രോപ്പ് വിമാനം ഇന്ത്യൻ സാഹചര്യങ്ങൾ പരിഗണിച്ച് പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തതാണ്. ഉയർന്ന പ്രദേശങ്ങളിലെ അതിശൈത്യമോ അത്യുഷ്ണമോ ഉള്ള കാലാവസ്ഥയിലും പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായതിനാൽ ഹിമാലയൻ മേഖലകളിലേക്കും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കും സൈനിക സാമഗ്രികളും സേനാംഗങ്ങളെയും എത്തിക്കുന്നതിൽ ഈ വിമാനങ്ങൾക്ക് നിർണായക പങ്കാണുള്ളത്. ഇന്ത്യയുടെ പ്രത്യേക ആവശ്യങ്ങൾക്കായി യുക്രൈനിലെ ആന്റനോവ് ഡിസൈൻ ബ്യൂറോയാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. പഴയ AN-26 മോഡലിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത ഈ വിമാനത്തിൻ്റെ ചിറകുകൾക്ക് മുകളിലായി കൂടുതൽ കരുത്തുറ്റ എഞ്ചിനുകളാണ് ഘടിപ്പിച്ചിട്ടുള്ളത്. നിലവിൽ ഇത്തരം 100ഓളം വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാണ്. ഏത് സാഹചര്യത്തിലും പ്രവർത്തിക്കാൻ കഴിയുന്ന വിമാനത്തിൻ്റെ ഈ സവിശേഷത ലഡാക്കിലെയും അരുണാചൽ പ്രദേശിലും ഉയർന്ന പ്രദേശങ്ങളിലെ എയർഫീൽഡുകളിൽ പ്രവർത്തിക്കാൻ ഇത് വിമാനത്തെ പ്രാപ്തമാക്കുന്നു. അതിനാൽ ദൗത്യങ്ങൾക്ക് ഇതിനെ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ 12, 25, 33, 43, 48, 49 എന്നീ 6 സ്ക്വാഡ്രണുകളിൽ ഈ വിമാനം സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിൽ വ്യോമസേനയുടെ 49ാം സ്ക്വാഡ്രൺ അസമിലെ ജോർഹട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട വ്യോമസേനാ താവളങ്ങളിലൊന്നാണ് ജോർഹട്ടിലേത്. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന AN-32 വിമാനങ്ങൾക്ക് ഒരേ സമയം 7.5 ടൺ വരെ ചരക്ക് വഹിക്കാനുള്ള ശേഷിയുണ്ട്. കൂടാതെ 50 യാത്രികരെയോ 42 പാരാട്രൂപ്പർമാരെയോ ഒരേ സമയം ലക്ഷ്യസ്ഥാനത്തെത്തിക്കാനും ഇതിന് സാധിക്കും. യുദ്ധമുഖങ്ങളിൽ മാത്രമല്ല, രാജ്യത്തുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളിലും മറ്റടിയന്തര സാഹചര്യങ്ങളിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും മെഡിക്കൽ ഒഴിപ്പിക്കലുകൾക്കുമായി വ്യോമസേന ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതും ഈ കരുത്തിനെയാണ്. സുരക്ഷാ ആശങ്കകളെ തുടർന്ന് ഈ വിമാനവ്യൂഹം വിപുലമായ നവീകരണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. 2009 ഒരു വിമാനാപകടമാണ് ഇതിന് പ്രധാന കാരണമായത്. ഉക്രൈനിയൻ നിർമ്മാതാക്കളായ അന്റോണോവുമായി ഇന്ത്യ $400 മില്യൺ കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട്. വിമാനങ്ങളുടെ സേവന കാലാവധി വർദ്ധിപ്പിക്കുന്നതിനായി എയർ ഫ്രെയിമുകളുടെയും എഞ്ചിനുകളുടെയും ഓവർഹോളിംഗ് നടത്തുന്നതും അതോടൊപ്പം പുതിയ ഏവിയോണിക്സ്, നാവിഗേഷൻ സംവിധാനങ്ങൾ, ആശയവിനിമയ ഉപകരണങ്ങൾ എന്നിവ സ്ഥാപിക്കുന്നതും ഈ ആധുനികവൽക്കരണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നു. ഇതുവരെ ഏകദേശം 55 വിമാനങ്ങൾ ഈ പ്രക്രിയ പൂർത്തിയാക്കിയിട്ടുണ്ട്. നവീകരിച്ച വിമാനങ്ങളിൽ ഇപ്പോൾ ആധുനിക എമർജൻസി ലൊക്കേറ്റർ ട്രാൻസ്മിറ്ററുകളായ ആറ്റക്സ് C4061, പോർട്ടബിൾ കന്നഡ് 406 എന്നിവയും ഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു അപകടമുണ്ടായാൽ വിമാനത്തിൻ്റെ സ്ഥാനം വേഗത്തിൽ കണ്ടെത്താനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതിനാണ് ഈ ഉപകരണങ്ങൾ ലക്ഷ്യമിടുന്നത്. മികച്ച പ്രവർത്തനക്ഷമതയ്ക്ക് പേര് കേട്ടിരുന്നുവെങ്കിലും ഈ വിമാനങ്ങൾ നിരവധി അപകടങ്ങളിലും ഉൾപ്പെട്ടിട്ടുണ്ട്. 1986 മുതൽ AN-32 വിമാനങ്ങൾ 18 പ്രധാന അപകടങ്ങളിൽ പെട്ടിട്ടുണ്ട്. ആ അപകടങ്ങളിൽ ചിലത് ഈ പറയുന്നവയാണ്. 2016 ജൂലൈ 22 ചെന്നൈയിൽ നിന്ന് 29 യാത്രക്കാരുമായി പറന്ന അപകടത്തിൽപ്പെട്ടത് ആയിരുന്നു ആ സംഭവങ്ങളിലൊന്ന്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം 2024 ജനുവരിയിൽ ബംഗാൾ ഉൾക്കടലിൽ 3400 മീറ്റർ ആഴത്തിൽ നിന്നാണ് ഇതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തിരച്ചിലുകളിലൊന്നായിരുന്നു ഇത്. എന്നിട്ടും അവശിഷ്ടങ്ങളല്ലാതെ വിമാനം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും മരിച്ചതായി പിന്നീട് പ്രഖ്യാപിക്കുകയായിരുന്നു. 2019 ജൂണിൽ ജോർഹട്ട് വ്യോമസേനാ താവളത്തിൽ നിന്ന് അരുണാചൽ പ്രദേശിലേക്ക് പോവുകയായിരുന്ന വിമാനം കാണാതായിരുന്നു. 13 പേരുണ്ടായിരുന്ന വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ ദിവസങ്ങൾ നീണ്ട തിരച്ചിലിനൊടുവിൽ അരുണാചൽ പ്രദേശിലെ മലയോര മേഖലയിൽ നിന്നാണ് കണ്ടെടുക്കുന്നത്. വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും മരിച്ചതായി പിന്നീട് സ്ഥിരീകരിച്ചു. ഇന്നത്തെ ദിവസത്തിന് മുൻപ് ഏറ്റവും ഒടുവിലത്തെ അപകടം സംഭവിച്ചത് കഴിഞ്ഞ വർഷമായിരുന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അസമിൽ തന്നെയുണ്ടായ മറ്റൊരു വ്യോമാപകടത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ദാരുണ സംഭവം നടന്നിരിക്കുന്നത്.